നെല്ല് സംഭരണത്തിൽ ഇടപെടലുമായി സംസ്ഥാന സർക്കാർ നെല്ല് സംഭരണ ചുമതല സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കും. സംഭരണത്തിന് തയ്യാറായി വരുന്ന പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾക്ക് കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിക്കാൻ കഴിയും. മാനസ ചേരുകയാണ്. മാനസ, കർഷകരെ സംബന്ധിച്ച് വലിയ ആശ്വാസം തരുന്ന വാർത്തയാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നെല്ല് കർഷകരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത്രത്തോളം ഇടപെടൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നെല്ല് സംഭരണ ചുമതല സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ചേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതിനായി ചീഫ് സെക്രട്ടറിയെയും ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന സീസണിൽ തന്നെ ഈ സംവിധാനം നിലവിൽ കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഷമ്മി പറഞ്ഞതുപോലെ തന്നെ നെല്ല് സംഭരണത്തിന് തയ്യാറായി വരുന്ന പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിക്കും. അതോടൊപ്പം തന്നെ PRS അധിഷ്ഠിത വായ്പകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കി സംഭരണത്തിന് ശേഷം കാലതാമസമില്ലാതെ തന്നെ നെല്ലിന്റെ വില കർഷകന് നൽകാൻ കഴിയും. ജില്ലാ താലൂക്ക് തലത്തിൽ സഹകരണ സംഘങ്ങളുടെയും പാടശേഖര സമിതികളുടെയും കർഷകരുടെയും ഓഹരി പങ്കാളിത്തത്തിൽ നോഡൽ സഹകരണ സംഘം രൂപീകരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയും തന്നെയാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. സഹകരണ സംഘങ്ങൾ വഴി അതാത് പ്രദേശങ്ങളിലെ നെല്ല് സംഭരിക്കാൻ കഴിയും. ഒപ്പം നോഡൽ സംഘങ്ങളുടെ ഉടമസ്ഥതയിലുള്ള മില്ലുകളിലോ വാടക കൊടുക്കുന്ന മില്ലുകളിലോ സ്വകാര്യ മില്ലുകൾ വഴിയോ നെല്ല് സംഭരണം നടത്താനും സാധിക്കും. നിശ്ചയിച്ച ഔട്ട് ടേൺ റേഷ്യോ പ്രകാരം നെല്ല് സംസ്കരിച്ച് പൊതുവിതരണ സംവിധാനത്തിലേക്ക് എത്തിക്കും. ഏതായാലും ഈ മിച്ച ഫണ്ടിന്റെ അപര്യാപ്തത മൂലം നെല്ല് സംഭരണത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സഹകരണ സംഘങ്ങൾക്കായി കേരള ബാങ്കിന്റെ പ്രത്യേക സാമ്പത്തിക സഹായ വായ്പാ പദ്ധതിയും രൂപീകരിക്കുന്നുണ്ട്. നോഡൽ സഹകരണ സംഘങ്ങൾക്ക് ആവശ്യമായി വരുന്ന പ്രവർത്തന മൂലധന വായ്പയും കേരള ബാങ്ക് വഴി നൽകുന്നുണ്ട്. ഇതുപോലെ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സംഭരണ സമയത്ത് തന്നെ കർഷകർക്ക് നെല്ലിന്റെ സംഭരണ തുക ലഭ്യമാകും. ഒപ്പം നെല്ല് സംഭരണത്തിലെ കാലതാമസം ഒഴിവാക്കുന്നതിലൂടെ ഉൽപ്പന്നം നശിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ സാധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു യോഗത്തിൽ ചർച്ചയായത്. അതോടൊപ്പം തന്നെയാണ് കേരളത്തിന്റെ സ്വന്തം അരി, അതായത് കേരള റൈസ് പുറത്തിറക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഈ മാതൃക മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. മാനസ, നമുക്കറിയാം ഈ നെല്ലിന്റെ സംഭരണവുമായി ബന്ധപ്പെട്ട് ഈ മില്ലുകൾ സ്വീകരിക്കുന്ന സമീപനം പലപ്പോഴും കർഷകർ ദിവസങ്ങളോളം ഈ നെല്ല് സൂക്ഷിക്കേണ്ടുന്ന അവസ്ഥ, കാലാവസ്ഥ പ്രതികൂലമാകുന്ന മഴയടക്കം വരുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും അവർക്ക് ഈ നെല്ലിൻ്റെ ഒരു ഗുണനിലവാരം കാത്തു സൂക്ഷിക്കുന്നതിന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ നെല്ലിൻ്റെ വില കുറയ്ക്കാൻ മില്ലുടമകൾ തയ്യാറാകുന്നു, കൃത്യമായത് സംഭരിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ കർഷകർ നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്തുന്നത്. സഹകരണ മേഖല ഇതിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായും കർഷകരുമായി മെച്ചപ്പെട്ട ബന്ധമുള്ള സഹകരണ സംഘങ്ങളാണ്. അവർക്ക് അപ്പോൾ തന്നെ പണം കൈമാറാനുള്ള സംവിധാനം ഒരുക്കുന്നു. ഇതെല്ലാം കാർഷിക മേഖലയെ സംബന്ധിച്ച് വലിയ ഗുണകരമായ മാറ്റങ്ങളാണ്.